നമ്മളിന്ന് വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ പെണങ്ങോട്ട് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായ പീസ് വില്ലേജിലാണ്. 100ഓളം വരുന്ന നിരാലംബരായ അംഗതികളാണ് ഇവിടെ കഴിയുന്നത്. കനിവിൻ സ്പർശം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. പല കാരണങ്ങളാൽ തെരുവിലും പെരുവയിലുമായി പോയ നാടിൻ്റെ നാനാഭാഗങ്ങളിലും ആശയേറ്റ് കഴിഞ്ഞ് ഒരു പറ്റം നിസ്സഹായം അവരിന്ന് പീസ് വില്ലേജിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കുകയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയുമാണ് പീസ് വില്ലേജിൻ്റെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കിയത്. തീർത്തും അഗതികളായ, അനാഥരായ, വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട, വീടും നാടും അറിയാതെ പോയ ആളുകൾ, അവരെ നിങ്ങളിൽ ഒരാളായി ചേർത്ത് വെക്കാനാകുമെങ്കിൽ വലിയൊരു പുണ്യമാകുമത്. ഈ റമദാനിലെ നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ പീസ് വില്ലേജ് കൂടി ഉൾപ്പെടുത്തണമെന്ന് ഉണർത്തുന്നു. തിരക്കുള്ള ജീവിതയാത്രയിൽ ഇത്തിരി സമയം കണ്ടെത്തി കുടുംബസമേതം ഇവിടെ സന്ദർശിക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതൊരിക്കലും മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കും. സുഖല്ലേ? പല്ല് വേദനയാ? ഇല്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. ഓട്ടിസം പിടിച്ച ഒരാളാട്ടോ ഇത്. അറിയോ? എൻ്റെ പേര് നൂർജഹാൻ. ആ, സുഖല്ലേ? ഉണ്ടല്ലോ, അറിയോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടുകല്ല. ആ, സുഖല്ലേ? നിങ്ങൾ എഴുതിയ പാട്ടാ ഇത്? ഞാൻ എഴുതിയതാണ്. അപ്പൊ നിങ്ങൾ എത്ര ക്ലാസ് വരെ പഠിച്ചിക്ക്? എത്രയോ കൊല്ലം മുന്നേ. എന്നാലും എത്ര വരെ പഠിച്ചിട്ടുണ്ടാവും? 10-77 വയസ്സായി. 10-77. മദ്രസ എത്ര വരെ പഠിച്ച? 66 കൊല്ലം മുന്നേ പഠിച്ചതാ. നിങ്ങളെല്ലാം എന്നെ പിടിച്ചാടിയോ കൊണ്ട് പറഞ്ഞു. ഒരു പാട്ട് പാടും, നല്ലോണം പാട്ട് പാടുന്നൊരു മറിയിച്ചാൻ അറിയാ? മറിയിച്ച നമ്മളെ മണവാട്ടിയല്ലായത്. ഞങ്ങള് ചോറുന്നാ ഇവിടെ കൊണ്ടുവരൂ. നിങ്ങള് പാട്ട് പാടുവാ? നിങ്ങള് പാട്ട് പാടൂല? ഒരു പുഴയുണ്ടാക്കി കളിവഞ്ചി തുഴയുന്നു, കാലം കളിവഞ്ചി തുഴയുന്നു. മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മതിയാ? നിങ്ങൾ തിന്നോളി, ഞാൻ താഴെ കിട്ടൂട്ടെ. ഞാൻ കാണാം, കുറച്ച് മിനിറ്റ് വരാട്ടാ. ആ, പിന്നെ പീസ് വില്ലേജിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ഒരു ഡ്രസ്സിൻ്റെ ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും പാവപ്പെട്ട ആരെങ്കിലും ഒന്നും വാങ്ങാൻ വകയില്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അവർക്ക് പറ്റിയതുണ്ടെങ്കിൽ എടുക്കാം. പിന്നെ ആർക്കെങ്കിലും ഇവിടെ കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുകയും ചെയ്യാം. അസ്സലാമലൈക്കും. നമ്മളെ അഞ്ചു നിന്ന് അറിയാ? ഞാൻ മണവാട്ടി അറിയിച്ച ആരൊക്കെ ഉള്ളത് എന്തൊക്കെ ചോദിക്കും. മക്കത്തെ രാജാത്തിയായി വാറനീടും കാതിരാവി ഒന്നിയും മദീനയിലേക്കാനും രാജാവന്ന മദീനം മണിയായ കാതിരാവി തമ്മേ തന്തേരുന്നേ തന്തേരുന്നേ. ഇനി പതർന്നേ സാർ. പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ
കരയല്ലേ കൽപ്പിന്നിൽ കൽക്കണ്ട കരിയല്ലേ. ഞാനോട് ചോദിക്കുന്നത് പിന്നെന്താണ് എന്നുള്ള അല്ലല്ല ഇതോ മറന്നുപോയില്ല. എന്നാലും നിങ്ങൾ പാടിയല്ലോ. ചെല്ലല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നല്ലോണം പാടി. അടിപൊളി അടിപൊളി. അടിപൊളി അടിപൊളി അടിപൊളി. എല്ലാം അടിപൊളി തന്നെ. നമുക്ക് അറിയുന്ന ഒരു ഉമ്മയാണ്, ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ അവരെന്നെ പറയുന്നുണ്ട് പേര് സ്ഥലമൊക്കെ വെച്ചിട്ട് അവിടെ എനിക്ക് കുടുംബക്കാരുണ്ട്, അവരൊന്ന് കാണിച്ചു തരുമോ, അവരൊന്ന് എന്നെ കാണിച്ചിട്ട് ഒന്ന് ഇവിടെ എത്തിച്ചേരുമോ, അവരെയൊക്കെ കാണാൻ ഒരുപാട് പൂതിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സൗണ്ട് തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ ഇവരെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരെ പോയി കാണുക, സമാധാനിപ്പിക്കുക. ഒന്നും വേണ്ട, അവർക്കൊന്നും വേണ്ട, നിങ്ങളൊന്ന് പോയി കണ്ട് സമാധാനിപ്പിക്കുക. നമ്മൾ പോട്ടെ. ഇഷ്ടപ്പെട്ടില്ലേ നമ്മളെ വന്നിട്ട്? ഇഷ്ടപ്പെട്ടില്ലേ? ആ സുന്ദരിയായ അമ്മ ഇതാ കണ്ടോളി. എന്താ അടിപൊളി. സൂപ്പർ സൂപ്പർ അല്ലേ? പാട്ടൊന്നും കൂടി പാടുങ്ങള് ഒന്ന് പാട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നാൽ ഒരു അരമണിക്കൂറോളം ഇവരൊരു ക്ലാസ് ഉണ്ട്. അത് 1.5 ക്ലാസ്സാണ്. നമ്മൾ ഫാമിലി അടക്കം നമ്മളെ മക്കളെയും കൂട്ടിയിട്ടാണ് ഇവിടെ വരേണ്ടത്. അഞ്ചൂന്ന് നമ്മളെ കനിവിൻ സ്പർശം. അങ്ങനെ ഒരു ഗ്രൂപ്പാണ് നമ്മള്. അപ്പൊ നമ്മള് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർഷത്തിൽ വരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വന്നിന് വിടാ. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ, ഇങ്ങനെ പുറത്തറിയാത്ത ആൾക്കാർ എത്രയോ ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നോട്ട് വന്നത്. പിണങ്ങോട് പീസ് വില്ലേജിൽ നിന്നാണ് സംസാരിക്കുന്നത്. കനിവിൻ സ്പർശം 5 ടീം ഇന്ന് പീസ് വില്ലേജ് സന്ദർശിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷങ്ങളിലും അവർ പീസ് വില്ലേജിൽ വരികയും ഇവിടെയുള്ള ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന 100ഓളം വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം നൽകി വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷവും അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. പീസ് വില്ലേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തി അവരെ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കുന്ന വിധത്തിൽ അവരെ സംരക്ഷിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ്. തീർച്ചയായും അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പറ്റും ആളുകൾ ഇവിടെയുണ്ട്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരികയും അവരെ കാണുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷ വേളകളിൽ വീട്ടിൽ നടക്കുന്ന വിവാഹം, ബർത്ത്ഡേ ആഘോഷം, അതുപോലെയുള്ള ഹൗസ് വാമിംഗ് പോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇവിടെയുള്ള 100ഓളം വരുന്ന ആളുകളെ കൂടി നിങ്ങൾ ക്ഷണിച്ചവരായി അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടവരായി കണക്കാക്കി അവർക്കുള്ള ആഹാരത്തിനുള്ള വിഹിതം കൂടി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന ഒരു അപേക്ഷയാണ് ഉള്ളത്. ഒരു ദിവസത്തെ ഇവിടുത്തെ ആളുകൾക്ക് എല്ലാ സമയത്തേക്കും ഭക്ഷണം നൽകാൻ ആവശ്യമായ തുക 15,000 രൂപ വരുന്നതാണ്. അത് ഇതുപോലുള്ള ആഘോഷ സന്ദർഭങ്ങളിൽ മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അത് വലിയൊരു കാര്യമായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും പീസ് വില്ലേജിൻ്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിച്ചുകൊണ്ട്
അപ്പോൾ ഇവരെ സന്തോഷം നമ്മൾ വരിക, ഇവരെ കാണുക, പിന്നെ ഇവർ വിശേഷങ്ങളൊന്നും ചോദിക്കരുത്, സുഖമാണെന്ന് ചോദിക്കാൻ കുഴപ്പമില്ല. പിന്നെ ഇവർക്ക് മെയിൻ ഇവർക്ക് പാട്ട് പാടി കൊടുക്കുക, നമ്മൾ പാട്ട് പാടി കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാണ് ഇവർക്കുള്ളത് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇവരെ കൂടെ ഇന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ഒരു നേരത്തേക്കുള്ള ഫുഡിനൊക്കെ പൈസയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അപ്പോൾ അത് അവിടെ ഏൽപ്പിച്ചു. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവർ പാർട്ടിയൊക്കെ നടത്തുന്നില്ലേ, അപ്പോൾ അത് ഇവിടെ വെച്ചിട്ട് നടത്തുക. അപ്പോൾ ഇവർക്കൊരു സന്തോഷം, നമുക്കൊരു സന്തോഷം. പിന്നെ ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം ബർത്ത്ഡേ പാർട്ടി, വെഡ്ഡിങ് ആനിവേഴ്സറി പരിപാടി കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവർക്കും കൂടി സന്തോഷം കിട്ടുന്ന കാര്യം ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.